We're going to give him a happy Father's Day card. Yes, don't. Daddy? Daddy? Happy Father's Day. Me to pieces of. And we're going to turn the back. I love you so much, Daddy. Father's Day ki mother gift hai na. I can keep it, Dada. You can keep it. Where? Cuddle, Dada. And something is returned. I love you, I Dad. love you to pieces. Pieces. ഓരോ പീസും ഇഷ്ടാന്ന്. എന്താ? Wait a minute. Adus and Allus selected, Daddy. Is it? How was it, boys? Wait a minute. Look here. Yeah. Oh, you're funny, boy. ഇഷ്ടായോ, Daddy? Yeah. Where are you? Where are you? Set. ഇതാണ് ഞങ്ങളുടെ ഫാദേഴ്സ് ഡേയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ. വലിയ പരിപാടിയൊന്നുമില്ല. ഗിഫ്റ്റായിട്ട് കിട്ടിയ ഷർട്ടൊക്കെ ഇട്ട് രാവിലെ തന്നെ പള്ളിയിൽ പോണതിൻ്റെ ബഹളമാണ് ഈ നടക്കണേ. അങ്ങനെ അവസാനം എല്ലാത്തിനെയും തട്ടിക്കൂട്ടി വണ്ടി കയറ്റി ഞങ്ങൾ പള്ളിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ അപ്പർ ഹട്ട് പള്ളി. ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പന്മാരെയൊക്കെ എനിക്ക് ചേർത്തി ഒരു ചെറിയ പ്രയറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലെ പ്രയറൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഷോപ്പിംഗ്, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അടുത്തുള്ള മാളിൽ പോയി. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കണ ആ ഗ്യാപ്പ് നോക്കി കുട്ടിപ്പട്ടാളം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരും. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തി. ഇത് കണ്ടിട്ട് ആരും കട്ട്ലേറ്റിന് പിടിക്കണ്ടെന്ന് വിചാരിക്കണ്ടട്ടാ, ഐറ്റം വേറെയാ. എൻ്റെ സ്വന്തം കുക്കിംഗ് സയൻറ്റിസ്റ്റ് ചിന്നു ഞങ്ങളുടെ സ്വന്തം കിച്ചണിൽ വികസിപ്പിച്ചെടുത്ത പ്രോട്ടീൻ ബോൾ. പിന്നെ ഈ ആഴ്ചത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അതിൻ്റെ കൂടെ ബബിൾ ടീ. ഇത് പിള്ളേരുടെ ഫേവറേറ്റാണ്. അങ്ങനെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, വീട്ടില് ഇനിയുണ്ട് 3 പേര്. നമ്മുടെ കോഴിക്കുട്ടന്മാര്. അങ്ങനെ നമ്മുടെ പുതിയ അംഗം റോക്കി. അങ്ങനെ അവർക്കൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവന്മാരെ കളിപ്പിച്ചിരിക്കുന്ന ഗ്യാപ്പില് ചിന്നു നല്ല അടിപൊളി ചില്ലി ചിക്കൻ സെറ്റാക്കാണ്. സ്മെല്ല് വന്നു തുടങ്ങി മക്കളെ. അങ്ങനെ ഫാദേഴ്സ് ഡേ ആയിട്ട് എനിക്കുള്ള ഫൈനൽ സ്പെഷ്യൽ ഡിഷ് ഓൾ സെറ്റ്. ഇന്ന് മൈറ്റർട്ടൺ വെയർ ഹൗസ് ആയിട്ടുള്ള ഒരു കൊളാബ് വീഡിയോ ആണ്. കാര്യം അവർക്കറിയോന്ന് എനിക്കറിയില്ല. അങ്ങനെ സൺഡേ ആയിട്ട് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി നേരെ മൈറ്റർട്ടണിലേക്ക് വിട്ടു. ഇവിടുന്ന് ഗാർഡനിലേക്ക് കുറച്ച് ചെടികളും കുറച്ച് സോളാർ ലൈറ്റൊക്കെ എടുത്തു. വീട് വാങ്ങിയ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങിയേക്കുന്ന ഒരു ഷോപ്പ് അത് മൈറ്റർട്ടണായിരിക്കും. നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിലും ഇവിടെ കയറി ഇറങ്ങുമ്പോൾ താനെ കുറേ ഐഡിയകൾ മനസ്സിലേക്ക് വരും. ചിന്നൂര് പിന്നെ ഓൾറെഡി വീട് അലങ്കരിക്കുന്ന ഒരു ഭ്രാന്തം ഉള്ളതാ, പിന്നെ സൈഡിൽ കൂടെ ഇരിക്കും. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ മൈറ്റർട്ടണിന്റെ തൊട്ട് ഫ്രണ്ടില് ഒരു അടിപൊളി പാർക്കുണ്ട്, മേഡ്സ്റ്റൺ പാർക്ക്. പിന്നെ പിള്ളേരായിട്ട് വന്ന് അവിടെ കയറാണ്ട് പോവാറില്ല. അങ്ങനെ 2 പിസിയൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് വെതറൊന്ന് നല്ല അടിപൊളി വെതറായിരുന്നു, നല്ല സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ അവരെ കുറച്ച് നേരം കളിപ്പിച്ച് പാർക്കിലൊക്കെ ഓടി നടന്ന് നേരെ വീട്ടിലേക്ക് വിട്ടു. പെട്ടെന്നാണ് മനസ്സിൽ നല്ല നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടി ചോറുണ്ടാനൊരു കൊതി. പിന്നെ ചിന്നൂരെ പിരിയേറ്റി. ആള് നല്ല മീൻ വറുത്തതും മോരും നല്ല കായം മെഴുക്കുരട്ടിയൊക്കെ അങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ ലഞ്ച് കുശാൽ. പെട്ടെന്നാണൊരു ചൊല്ലോർത്തത്, കാവ്യശാസ്ത്ര വിനോദേനകലോ ഗജദീദീമതാം തിദ്രയ കലാഹേതുവോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ ഫുഡ് അങ്ങോട്ട് ആഘോഷിച്ചു. ന്യൂസിലൻഡിൽ ഓരോ ഗെയിമിനും ഓരോ സീസൺ ഉണ്ട്. ഇവിടുത്തെ വിന്റർ ഗെയിമാണ് സോക്കർ. അങ്ങനെ വിന്ററൊക്കെ കഴിഞ്ഞതോടെ അഡൂസിൻ്റെ സോക്കർ ഗെയിമും കഴിഞ്ഞു. അങ്ങനെ കലാശക്കൊട്ടാണ് ഇന്ന്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവസാനം പിള്ളേർക്കൊക്കെ ഒരു അപ്രീസിയേഷൻ പോലെ എല്ലാവർക്കും ഒരു മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത് പരിപാടി കളറാക്കി.
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണല്ലോ പിള്ളേർക്ക് വീണ്ടും വീണ്ടും വരാനും ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വന്തം ഡാനി ചേച്ചിയുടെ വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ കുഞ്ഞാപ്പീനെ കളിപ്പിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാണെന്നല്ലേ? ഞങ്ങളുടെ അഡൂസിൻ്റെയും ചൈൽഡ് കെയർ ടീച്ചറാണ്. അഡൂസ് സ്കൂളിലേക്ക് മാറിയപ്പോൾ ആളെ മിസ്സാക്കണമെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വീട്ടിലോട്ട് വന്നു. എന്താല്ലേ? അങ്ങനെ കുറേ നേരം അവരൊക്കെ ആയിട്ട് കളിച്ച് ഇവിടെ മസാല ദോശയും ചില്ലി ചിക്കനും മീൻകറിയും ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ച് യം എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് ആൾ തിരിച്ചു പോയത്. വരികൾ നൽകിയത് ആൽബർട്ട്, ആലാപനം സംഗീത സഹചാരി ആൽബർട്ട്. മ്യൂസിക്. ഓണം വന്നേ മാവേലി വന്നേ 2024. ഓണം വന്നേ മാവേലി വന്നേ 2024. ഓലൻ കാളൻ തോരൻ കൂട്ടി സദ്യ ഒന്ന് ഉണ്ണണ്ടേ. ഓലൻ കാളൻ തോരൻ കൂട്ടി സദ്യ ഒന്ന് ഉണ്ണണ്ടേ. ന്യൂസിലൻഡിലോട്ട് വായോ, ഓണം കുടിനാട്ടിലോട്ട് പോവാം. ന്യൂസിലൻഡിലോട്ട് വായോ, ഓണം കുടിനാട്ടിലോട്ട് പോവാം. വീണ്ടും തുടങ്ങിയ എന്താല്ലേ? ഒരു ഭാര്യ ഒരു വണ്ടർ വുമൺ ആവണമെങ്കിൽ അവളുടെ ഭർത്താവ് ഒരു സൂപ്പർ ഹീറോ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞ താൻ ഒരു സൂപ്പർ ഹീറോ, ഞാൻ ഒരു വണ്ടർ വുമണും. ഇത് നമ്മുടെ കുഞ്ഞത്ഭുതമാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മൈറ്റട്ടണ്ടിന്ന് വാങ്ങിയ ചെടികളൊക്കെ തട്ടി ചട്ടിയിലാക്കണ തത്രപ്പാടിലാണ് ചിന്നു. ലൈവായിട്ട് കോഴിക്കാട്ടോട്ടെന്ന് വെച്ചാൽ വളയാണ്. കർഷകശ്രീ സ്ട്രോബെറിയാ. ഡബിൾ സെറ്റ്. അങ്ങനെ സമ്മറിലേക്കുള്ള സ്ട്രോബെറി, മിന്റ്, കൊറിയാൻഡർ ഒക്കെ സെറ്റാക്കി. വിന്ററിൽ ഈ പരിപാടികളൊന്നും നടക്കില്ല. തൊട്ടടുത്ത ദിവസം നമ്മുടെ മലയാളി ദോസ്തൻ ജോബി ചേട്ടന്റെ വീട്ടിൽ പോയി. അവിടുന്ന് 2 ആൾക്കാരെ പൊക്കാനുണ്ടായിരുന്നു. ആള് കാണുന്ന പോലെ ഒന്നല്ല, ഒരു അടിപൊളി ഫാമറാണ് കേട്ടോ. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ന്യൂസിലൻഡിൽ ചില റീജിയണിൽ റൂസ്റ്ററിനെ വളർത്താൻ പാടില്ല. ചേട്ടൻ വിരിക്കാൻ വെച്ച 5 മുട്ടയിൽ അപ്രതീക്ഷിതമായ 2 റൂസ്റ്ററായി പോയി. അങ്ങനെ ആ 2 റൂസ്റ്ററിനെയും ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ 2 മെമ്പേഴ്സ് കൂടിയായി വീട്ടില്. അങ്ങനെ പിടക്കോഴികൾക്ക് കൂട്ടായി 2 പൂവൻ കോഴികൾ. അങ്ങനെ ബേബി ചിക്കനൊക്കെ ഉണ്ടാവുമെന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ പിള്ളേര്. അഡൂസിന്റെ ചെറിയ ക്ലാസ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് those 2 roosters. Now they will have baby chicken now. Their egg, because we have roosters, they will put baby in their eggs, so no more cooking their eggs. Yes. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഒരു ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു. ദൂരേക്കൊന്നല്ല, വീടിന്റെ തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. ഇട്ട ഡ്രസ്സ് ഇട്ട് അങ്ങടെ ഇറങ്ങി. ഓണ വഴിയിൽ ദേ നിൽക്കണു 2 പോർക്ക്. അങ്കമാലിക്കാരനോട് പിന്നെ പോർക്കിനോടുള്ള പ്രിയം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ വണ്ടിയൊക്കെ നിർത്തി അവരുടെ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവരെ ഹാപ്പിയാക്കി, അല്ല ഞങ്ങളെ ഹാപ്പിയാക്കി. കറി ഉണ്ടാക്കി പ്ലേറ്റിൽ കിട്ടണ ഭംഗി നേരിട്ടില്ലാത്തതുകൊണ്ട് പിള്ളേരെ അധികം അങ്ങോട്ടേക്ക് അടുക്കാൻ നിന്നില്ല. എന്നാലും നിർബന്ധിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് വീണ്ടും കാറി കയറി യാത്ര തുടർന്നു. ന്യൂസിലൻഡിൽ മനുഷ്യരെക്കാളും കൂടുതൽ കാണാൻ പറ്റണ ഒരു മുതലാണ് ഈ മുതല്. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവരെ. അപ്പൊ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ലല്ലോ.
ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് ഒരു ഡ്രൈവിനൊക്കെ പോകുമ്പോൾ മൈൻഡ് വീണ്ടും റിഫ്രഷ് ആവും. അവിടെ മാത്രമല്ല പിള്ളേരും ഹാപ്പി ആവും. റൈഡിനൊക്കെ പോയി ചിപ്സൊക്കെ തിന്ന് അവരും ഫ്രഷായി. Watching movies, and after this whole movie we're going to the movie theater with ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സുനാമി പോലെ കാത്തിരുന്ന വീക്കെൻഡിങ് എത്തി. ഈ വീക്കെൻഡ് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യലാണ്. കുറേ നാളെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ അജയൻ്റെ 2ാം മോഷണം പടം കാണാൻ പോണ ദിവസമാണെന്ന്. അങ്ങനെ പിള്ളേർക്കുള്ള കുറച്ച് ജ്യൂസും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിന്നപ്പോൾ ദേ മഴ. അങ്ങനെ ചാടിത്തുള്ളി ഓടി വണ്ടി കയറി ഞങ്ങൾ ദേ മോളിലേക്ക്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യൂൻസ് ഗേറ്റ് മോളിൽ വെച്ചാണ് പടം. വേറെ എവിടെ പോകാൻ ലേറ്റ് ആയാലും ഈ കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് ടൈമിൽ ഞങ്ങളെത്തും. നാട്ടിലെ പോലെ ബാഗ് പരിശോധിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ടിക്കറ്റ് നോക്കാൻ ആളില്ല. അപ്പോഴാണ് 3D പ്രതീക്ഷിച്ച് പോയി ഞങ്ങൾക്ക് 2D കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സാറില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പടം നല്ല അടിപൊളിയായിരുന്നു. കിഡ്സും നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജാക്സൺ ചേട്ടൻ സെൽഫി എടുക്കാൻ ഓടി വന്നു. എൻ്റെ ജാക്സൺ ചേട്ടാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പാതിരാത്രിയായി. ഞങ്ങളുടെ അഡൂസ് ഒരു മമ്മീസ് ബോയാണ്. മമ്മീനെ കുറേ കിസ്സും മസാജൊക്കെ ചെയ്ത് അവൻ്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇന്നത്തെ ദിവസം കഥം ഹോഗയാ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഇന്നത്തെ മൊട്ടെത്തി ഇട്ടോട്ട ബുൾസൈ തിന്നാനായി വിശക്കണല്ലോട്ട. ആ ആ ആ Obviously it's warm. ഹലോ ഫ്രണ്ട്സ്, ഈ ലോകത്തിലെ എന്ത് കാര്യമാണെങ്കിലും നമുക്കതിൻ്റെ ബെസ്റ്റ് ഫോമിൽ കാണണമെങ്കിൽ വി നീഡ് ഗ്രൂമിങ്. അതിപ്പോൾ നമ്മുടെ കാര്യമാണെങ്കിലും നമ്മുടെ വീടിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ കാറിൻ്റെ കാര്യമാണെങ്കിലും എവറിത്തിങ് നീഡ് അറ്റൻഷൻ. മിക്ക സമയവും നമ്മളൊക്കെ മടി പിടിച്ചതൊക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അങ്ങനെ അവസാനം പണിയും കൂടും, കയ്യിലെ കാശും പോവും. അതായത് രമണ, ഞാൻ പറഞ്ഞു വന്നത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ ഗാർഡനൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് വെച്ച് അവസാനം പണി കുറേ ആയപ്പോൾ ഇന്ന് എന്തായാലും ഇറങ്ങേണ്ട വന്നു. 2 ആഴ്ചയായിട്ട് അഡൂസിന് സ്കൂൾ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഓർത്ത് ഇതാണ് ബെസ്റ്റ് ടൈം. വീട്ടിലിരുന്ന ബോറിംഗ് എന്ന് പറഞ്ഞ് നമ്മളോട് ഫോണും കാർട്ടൂണും ഗെയിമും അതും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചിന്നും പിള്ളേരും എല്ലാവരും ആയിട്ടൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി. ഏറ്റവും വലിയ പാഠപുസ്തകം പ്രകൃതി എന്നാണെന്നാണല്ലോ വെപ്പ്. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് തന്നെ പഠിക്കട്ടെ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പുറത്തേക്ക് ഇറങ്ങിയ അതായത് മെയിനായിട്ട് കളിക്കാനാണ്. എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ പറയും വെയിലും ഉണ്ടാ ഗ്ലാമർ പോകുന്നു. അങ്ങനെ എന്നെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് വീടിൻ്റെ അകത്ത് ഞാനിന്ന് ആവശ്യത്തിന് വെയിൽ കൊള്ളാത്തതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നടക്കാനാവുന്നുള്ള കാലത്ത് പറ്റാവുന്നത്ര സമയം പ്രകൃതിയിൽ ചെലവഴിക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഹിന്ദിയിലൊരു സേയിങ് ഉണ്ട്, പ്രകൃതി ഹമേശ ആത്മാക്കെ രംഗ് പഹനതി ഹേ. അതായത് പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കാൻ പോയവർക്ക് കാര്യം പിടികിട്ടിണ്ടാവും. അപ്പോൾ ശുഭരാത്രി. ഹലോ ഫ്രണ്ട്സ്, ഒരാഴ്ച പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വീക്കെൻഡെങ്കിലും വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഉൾവിളി, അല്ലെങ്കിൽ പിന്നെ ചിന്നുവിൻ്റെ പിൻവിളി. പുറത്തേക്കൊന്നും പോണില്ലേ? അങ്ങനെ വീടും പൊട്ടി കറങ്ങാനിറങ്ങി. ഷോപ്പിലാണെങ്കിൽ ഹാലോവിൻ്റെ ഐറ്റംസ് ഒക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതും കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴേക്കും വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിഡിൽ ഈസ്റ്റേൺ ഫുഡിനോടാണ് പ്രിയം. അങ്ങനെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് കിലിൻ. എന്നാൽ പിന്നെ ഇന്ന് അവിടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു.
വീട്ടിൽ എത്ര അടിപൊളി ഫുഡ് ഉണ്ടെങ്കിലും ഇതുപോലെ പുറത്തുനിന്നൊക്കെ കഴിക്കാൻ പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റാണ്. എന്തായാലും റെസ്റ്റോറൻറ്റിലെ ആംബിയൻസ് ഒക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റിങ്ങും മൊത്തത്തിൽ കൊള്ളാം. മണിയാ മണി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഞങ്ങളുടെ ക്ഷമ നശിച്ചു. ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല ഈ വെയിറ്റിംഗ്. ഇതൊക്കെ കാണുമ്പോൾ തോന്നും നമ്മുടെ നാട്ടിലെ തട്ടുകട തന്നെയായിരുന്നു ബെസ്റ്റ്. കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഫുഡ് അടിപൊളിയായിരുന്നു. ഒരു സുലൈമാനി കൂടെ കിട്ടിയ ഓൾ സെറ്റ്. Check if Mama has baby in her tummy or not baby in her tummy with that thing. Dada, look! അറിയില്ല ഡാഡി. മനസ്സിലാവുള്ളത് പ്രഗ്നന്റ് ക്വസ്റ്റ്യൻ നോട്ട് പ്രഗ്നന്റ് വരില്ലേ? This Dada, her is pregnant. Last night there was two, one just gone. So. അറിയില്ല ഡാഡി, ഞാൻ കാണിച്ചരാ. ആ ഫോട്ടോയില് അതായത് ഇവരിതില് പറയുന്നുണ്ട്. ഇവരിതില് പറയ അതായത് നോട്ട് പ്രഗ്നന്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ലൈനേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ലൈനും ഉണ്ടാവില്ല. പക്ഷെ പ്രഗ്നന്റ് A-B-C, എനിക്ക് C പോലെ വന്നത്. അത് ഭയങ്കര ലൈറ്റ് ആയിരുന്നു. പക്ഷെ രണ്ടാമതൊരു വര വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പ്രഗ്നന്റ് ആണ്. ന്യൂസിലൻഡിലെ പോപ്പുലേഷന് ഞങ്ങളൊരു ഭീഷണിയാണെന്ന് പതുക്കെ ഒരു സംസാരമുണ്ട്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും അങ്ങനെ ഫ്രണ്ട്സ്, ഒരു സന്തോഷ വാർത്ത കൂടെ. ഉറപ്പിക്കാറായിട്ടില്ല, കൺഫേം ചെയ്യാൻ വേണ്ടി ഞങ്ങളപ്പോൾ ഇന്നൊരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാം അങ്ങോട്ട് ഉറപ്പിക്കാലോ. എന്റെയും ചിന്നുവിന്റെ അതിയായ ആഗ്രഹമായിരുന്നു ഒരു ബാസ്കറ്റ്ബോൾ ടീമിനുള്ള ആൾക്കാരെങ്കിലും വീട്ടിൽ വേണമെന്ന്. അത് കൺഫേം ആയി. എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയ കമ്പനി പൂട്ടുക വരിക. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കോഴികളെയൊക്കെ ആട്ടിത്തെളിച്ച് വീട്ടിൽ കയറ്റി ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങി. ഇന്ന് എങ്ങോട്ടേക്കാണെന്നല്ലേ? ഇന്ന് നമ്മുടെ ചിന്നുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രുതി ഞങ്ങളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മുടെ അല്ലൂസിൻ്റെ സെയിം ഏജിലുള്ള 2 പിള്ളേരുണ്ട്. അങ്ങനെ അവർക്ക് കുറേ ടോയ്സും ചിപ്സും സ്വീറ്റ്സൊക്കെ വാങ്ങി ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. കിഡ്സൊക്കെ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ടോയ്സൊക്കെ എടുത്ത് സ്വന്തം വീട് പോലെ സെറ്റായി. അവരവൻ്റെ കളിയൊക്കെ ആയിട്ട് അവിടെ ബിസി. അഭിഷേകിൻ്റെയും ശ്രുതിയുടെയും വീട് ഞങ്ങളെപ്പോലെ തന്നെ മലമോളിലാണ്. അങ്ങനെ ചെറിയൊരു ഹൗസ് ടൂറൊക്കെ കഴിഞ്ഞ് കളർഫുൾ ഫുഡ്, നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്നാക്സ് എത്തി. ചിന്നു ശ്രുതി ഓൾറെഡി ജോലി സ്ഥലത്ത് വെച്ച് ഈ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്ത് വീട്ടിൽ ഈ ഫുഡൊക്കെ ഓൾറെഡി ട്രൈ ചെയ്തായിരുന്നു. അടിപൊളിയാണ്. നാട്ടിൽ വെച്ച് മലയാളികളല്ലാണ്ട് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഫ്രണ്ട് പോലെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ വിഷമം മാറിക്കിട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞങ്ങൾ പുറത്തിരുന്ന് പിള്ളേരുടെ കളിയും കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറെ നേരം കുശലൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മുടെ രാഷ്ട്രഭാഷ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ചാൻസ് കിട്ടി. അങ്ങനെ ടോട്ടലി നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് ചെയ്ത് മാറി വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഫുഡ് കഴിച്ച് ഞാനും ചിന്നു ഹാപ്പി. അഭിഷേകിന് ശ്രുതിക്ക് ഞാൻ ഈ വീഡിയോ പറഞ്ഞ ഒരു വാക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് 2 വാക്കെങ്കിലും ഞാൻ ഹിന്ദി പറയണ്ടേ. ആപ് ലോഗ് ബഹുത് അച്ഛാ ലോഗ് ഹൈ. ശുക്രിയ.
நைட்டு மட்டும் போடு லைட்